പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയുടെ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യങ്ങളും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവിനോടുള്ള വിശ്വാസത്താൽ നമുക്ക് ഈ പ്രാർത്ഥനയിൽ ആയിരിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ സന്നിധിയിൽ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കണ്ണുനീരോടെ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ. സഞ്ചാരി മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ. ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വലതുകരം നീട്ടി ഞങ്ങളെ സ്വീകരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ഭവനത്തിലായിരിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴുമെല്ലാം അമ്മയുടെ സംരക്ഷണം ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ജീവിതത്തിലെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തകർന്നു പോകാതെ ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ അത്ഭുത കരം നീട്ടി വീണ്ടെടുക്കണമേ. അമ്മേ മാതാവേ, കടബാധ്യതകൾ മൂലം നിരാശപ്പെടുന്ന മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ കടങ്ങൾ മാറ്റുന്നതിനായി അവർക്കൊരു വഴി അവിടുന്ന് തുറന്നു കൊടുക്കണമേ. അമ്മേ മാതാവേ, പലവിധ ലോണുകളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ലോണുകൾ അടച്ചു തീർക്കുവാനുള്ളൊരു വഴി അമ്മ ഇന്ന് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണമേ. ലോൺ എടുക്കാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവർക്ക് മുന്നേ ചെന്ന് അവരുടെ ലോണിന് തടസ്സപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണുകയും അവരാഗ്രഹിക്കുന്ന പോലെ അവർക്ക് ലോൺ പാസ്സായി കിട്ടുവാനും അമ്മ അവരെ അനുഗ്രഹിക്കണമേ. അമ്മേ കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവരാരെയും അമ്മ കൈവിട്ടിട്ടില്ല എന്ന് ഞങ്ങൾ ഈ നിമിഷം അറിയുന്നു. ഞങ്ങളുടെ മനസ്സിലെ ഭാരങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഞങ്ങൾ ഇറക്കി വെക്കുന്നു. അമ്മേ മാതാവേ, സ്വന്തമായൊരു ഭവനത്തിനായി ആഗ്രഹിക്കുന്ന മക്കൾക്ക് അവിടുന്ന് ഒരു വഴി കാണിച്ചു കൊടുക്കണമേ. ഭവനമെന്ന അവരുടെ സ്വപ്നം അവിടുന്ന് യാഥാർത്ഥ്യമാക്കി നൽകണമേ. അമ്മേ മാതാവേ, ജോലിയില്ലാതെ വേദനിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഒരു വരുമാന മാർഗം അമ്മ അവർക്ക് കാണിച്ചു കൊടുക്കണമേ. ജോലിയിലായിരിക്കുന്ന മക്കളെയും വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരായിരിക്കുന്ന മേഖലയിൽ അവിടുന്ന് അവർക്ക് ഉയർച്ചയും സമാധാനവും സന്തോഷവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, മറ്റു പരീക്ഷകൾക്കായി ഒരുങ്ങുന്ന മക്കളെയും ജോലിക്കായി ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്ന മക്കളെയും എല്ലാം അമ്മയുടെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കണമേ. അമ്മയുടെ സാന്നിധ്യത്തിൽ ഭയമില്ലാതെ ധൈര്യത്തോടെ പരീക്ഷകൾ എഴുതുവാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും അമ്മ അവരെ സഹായിക്കുകയും അവരാഗ്രഹിക്കുന്ന റിസൾട്ട് അവർക്ക് നൽകുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷകളോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും കണ്ണുനീർ ഈ നിമിഷം അമ്മ തുടയ്ക്കണമേ. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നരുൾ ചെയ്ത ഈശോയുടെ വചനത്തെ ഈ നിമിഷം ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. അത്ഭുതങ്ങളുടെ രാജ്ഞിയെ പരിശുദ്ധ മറിയമേ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥതയാൽ ഈശോ വഴി ഈ നിമിഷം ഓരോരുത്തരെയും തൊട്ട് സുഖപ്പെടുത്തണമേ. ഡോക്ടർമാർ പോലും കൈവിട്ട മക്കളെ ഓരോരുത്തരെയും ഇന്ന് അവിടുത്തെ ജീവിക്കുന്ന അത്ഭുതത്തിന് സാക്ഷികളാക്കി മാറ്റണമേ. ഈ പ്രാർത്ഥനയിൽ ഈ നിമിഷം പങ്കെടുക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥനയ്ക്കായി അഭ്യർത്ഥിച്ചിട്ടുള്ളവരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അത്ഭുതത്തിൻ്റെ കരം ഇന്ന് അവരുടെ കുടുംബത്തിലേക്ക് ഉയർത്തണമേ. അവരുടെ കുടുംബത്തിലെ ഓരോ മക്കൾക്കും വേണ്ടി അമ്മ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. ഒരു പൈശാചിക ശക്തികളും അപകടങ്ങളും രോഗാവസ്ഥകളും അവർക്ക് നേരെ ഉയർക്കുവാൻ അമ്മ അനുവദിക്കരുതേ. അമ്മയുടെ സംരക്ഷണത്തിൻ്റെ വലയം അവരുടെ ഭവനത്തിൻ്റെ മേലും അവരുടെ യാത്രകളിലും ഉണ്ടായിരിക്കണമേ. അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ കൈ പിടിക്കണമേ. അവരുടെ പ്രതീക്ഷകൾക്ക് പ്രകാശം നൽകണമേ. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകണമേ. അവരുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. പ്രതികൂലമായിരിക്കുന്ന കാലാവസ്ഥയെ അവർക്ക് അവിടുന്ന് അനുകൂലമാക്കി നൽകണമേ. അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം അവിടുന്ന് നിറയ്ക്കണമേ.
അമ്മയുടെ അത്ഭുതം ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കുവാൻ ഇടയാക്കണമേ. അമ്മയുടെ സാന്നിധ്യത്തിനായി ആഗ്രഹിക്കുന്ന മക്കളിൽ ഇന്ന് അമ്മയുടെ സുഗന്ധാഭിഷേകം നൽകി അവരെ അനുഗ്രഹിക്കണമേ. അമ്മേ ദൈവമാതാവേ, നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയോടും അമ്മയോടും ഞങ്ങൾ നന്ദി പറയുന്നു. നാളത്തെ ഞങ്ങളുടെ ദിവസത്തെ അനുഗ്രഹിക്കുകയും നാളെ ഞങ്ങൾ ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈശോയുടെയും അമ്മയുടെയും പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുനാമത്തിന് എന്നേക്കും മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്നു. പന്ത്യോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.